ഹായ്, എല്ലാവർക്കും വിജയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വിജയ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ. ഇതുകൊണ്ട് എൻ്റെ കണ്ണിൻ്റെ ഇവിടെ കൊതുക് ഓർണം എന്തെങ്ങാണ്ടൊന്ന് കടിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേർക്ക് ഇഷ്ടമായി. ഇവിടെ എല്ലാവരും ഫങ്ഷൻ എങ്ങാനും ഉണ്ടെങ്കിൽ പ്രീതി ചോദിച്ചായിരുന്നു, പ്രീതി ചേച്ചി സാരിയാണല്ലോ എന്ന്. അവരൊക്കെ സാരിയാണ് ഉടുക്കുന്നത്. അപ്പം ഒരു കൊതുക് താണ്ട് ഓടുന്നു കേട്ടോ. ഞാനൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടേ, ഞാൻ ബാറ്റെടുത്ത് വെച്ചിട്ടുണ്ട്. ഫാൻ ഓഫാക്കിയിട്ടുണ്ടേ നമുക്കറിയാമല്ലേ ഓടുന്നത്. അപ്പം പിന്നെന്താ, പിന്നെ എല്ലാം ഉഷാദേവി പറഞ്ഞു വിജയ് ഇങ്ങനെയുള്ള ഫങ്ഷനൊക്കെ ഇടണേ. അവർക്കൊക്കെ കാണാൻ ഒത്തിരി ഇഷ്ടമാണ്, ചിലർക്ക് ഒത്തിരി ഇഷ്ടം, അതുകൊണ്ടാണ് ഞാനങ്ങ് ഇട്ടത്. പിന്നെ ഇവിടെ നമ്മുടെ അഖിലൊക്കെ പിണങ്ങിയിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ പ്രൈസം മോനെ ഒത്തിരി ആൻറ്റിമാർ മോനെ ഇഷ്ടമാണ്. അഖിൽ പറഞ്ഞു ആൻറ്റിമാർക്കല്ല അങ്കിൾമാർക്കും ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞുണ്ടേ അങ്ങ് പേരുകൾ ചിലതൊക്കെ മറന്നുപോയി. അങ്ങനെ അഖിൽ പറഞ്ഞിട്ടുണ്ട്, ജിൽസി പറഞ്ഞു, ഷൈനി, ഇത്രയും പേരുടെ ഓർമ്മയുണ്ട് കേട്ടോ. ഇനി ആട് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലെങ്കിൽ എന്നോട് പിണങ്ങല്ലേ. ഇത് ഞാൻ എഴുതി വെച്ചതാണ്, കാരണം കമൻറ്റ് വായിക്കുന്ന സമയത്ത് ഓർക്കും അയ്യോ ഇൻട്രോയിൽ പറയണോ. ഇൻട്രോയിൽ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ അതങ്ങ് മറന്നു പോകും, അതാ കുഴപ്പം. അപ്പം ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോയാ. കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉടനെ അങ്ങ് ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. പിന്നെ ഞാൻ ഈ പ്രൈസമ്മോനോട് ഇങ്ങനെ പറയും കേട്ടോ, മോനെ ഇഷ്ടമെന്ന് പറഞ്ഞു. അപ്പോൾ അവനൊരു നാണം പോലുള്ള ഒരു ചിരി. ഇത് ഞാൻ അവൻ്റെ പപ്പാടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഓരോ കമൻസ് വന്നിട്ടുണ്ട് പ്രൈസിനോട്. അത് പറയുമ്പോൾ പ്രൈസിന് ഭയങ്കര നാണമാണ്. ഓക്കെ. ഇന്നിവിടെ വെള്ളത്തിൻ്റെ ടാങ്ക് കഴുകുക ടാക്കി. അപ്പം വെള്ളം ഇന്ന് 12 മണി തൊട്ട് 5 മണി വരെ ഇല്ല. അപ്പോൾ ഉള്ളതിലൊക്കെ പിടിച്ച് വെക്കണം, പെട്ടെന്ന് ജോലികൾ തീർക്കണം. പാത്രങ്ങളൊക്കെ ഉള്ളത് കഴുകിയെടുക്കട്ടെ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഉടനെ പെട്ടെന്ന് ഞാൻ പാത്രങ്ങളെല്ലാം കഴുകി. കാരണം നമുക്ക് ഇതിൽ കണ്ടിന്യൂസ് നമുക്ക് സിൻറ്റെക്സ് ഒന്നുമില്ല കേട്ടോ. അപ്പം നമുക്കതുകൊണ്ട് പിടിച്ചു വെക്കാനും പാത്രങ്ങൾ അങ്ങനെ കൂടുതലായിട്ടില്ല. അപ്പം ഞങ്ങൾ മീരാറോടി താമസിച്ച സമയത്ത് അവിടെ വെള്ളം പിടിച്ചു വെക്കണമായിരുന്നു. അപ്പം വലിയൊരു ഡ്രമ്മ് വാങ്ങിച്ച്, 1-2 ഡ്രം ഉണ്ടായിരുന്നു. നമ്മളന്നേരം ഇപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യമില്ലെന്നും പറഞ്ഞ് ഒരെണ്ണം വെച്ചിട്ട് ബാക്കി ഇങ്ങനെ ഈ ബായിക്ക് കൊടുത്തു. അവർക്കൊക്കെ ആവശ്യമാണല്ലോ എന്നും പറഞ്ഞു. നമുക്കിപ്പം 24 hours വെള്ളം ഉള്ളതുകൊണ്ട് അത്ര വല്ലപ്പോഴും വെള്ളം ഇങ്ങനെ ഇല്ലെങ്കിൽ അവർ പിന്നെ സൊസൈറ്റിക്കാർ തന്നെ വണ്ടിയിൽ വെള്ളം വെളുപ്പിച്ച് നമുക്ക് തരും. അപ്പോൾ ഇന്ന് ടാങ്ക് കഴുകുമായതുകൊണ്ട് വെള്ളം ഉള്ളത് പിടിച്ചു. അങ്ങനെ ഉള്ളത് പെട്ടെന്ന് എളുപ്പം. ഇപ്പം നമുക്ക് എപ്പോഴും ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്ന വെള്ളം ഇല്ലാതിരിക്കുന്നത് നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പെട്ടെന്ന് ജോലികളൊക്കെ ചെയ്ത് തീർക്കണം. ബാത്റൂമിലൊക്കെ ബോറിങ്ങിൻ്റെ വെള്ളം ഉണ്ട്, അതും ഇനി ഓഫ് ആവുമോയെന്ന് അതറിയത്തില്ല. അപ്പോൾ എന്തു വന്നേലും പെട്ടെന്ന് രാവിലത്തെ എല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് പാത്രങ്ങളെല്ലാം കഴുകി, കുറച്ചൊക്കെ ഞാൻ കുടിക്കാനൊക്കെ പിടിച്ചു വെച്ചു. പിന്നീട് ഇന്നൊരു ടൊമാറ്റോ കറി വെക്കാമെന്ന് വെച്ച്. അപ്പോൾ ഒരു 3-4 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, പച്ചമുളക്, സവാള, ഇതെല്ലാം കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് അരിഞ്ഞെടുക്കണം. വലിയ ഡ്രമ്മ് ഞാൻ ബാത്റൂമിലോട്ട് വെച്ച്. ആരാന്ന് വെള്ളം പിടിക്കുന്നത് അവിടെ? അത് അതായിപ്പോൾ പ്രൈസമ്മൻ ചോദിച്ചാൽ പപ്പാ എന്ത് ചെയ്യട്ടേന്ന്. അവൻ അതിൻ്റെ അകത്ത് നിന്ന് അവൻ കുളിക്കാനായിട്ട് നേരത്തെ അവനെ കുളിപ്പിക്കാമെന്ന് വെച്ച് ഉള്ള കാര്യങ്ങളൊക്കെ കുളിക്കുന്നവരൊക്കെ പെട്ടെന്ന് കുളിക്കാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് ആൾ കളിക്കുക വെള്ളത്തിൽ നിന്ന്. പിള്ളേർക്കൊക്കെ വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമല്ലേ. ഈ ടൊമാറ്റോ പിച്ചാത്തിക്ക് പാകത്തിലുണ്ട്, പക്ഷേ ടൊമാറ്റോ കണ്ടിച്ചിട്ട് അതങ്ങോട്ട് ശരിയാവുന്നില്ല. അതങ്ങ് ടൊമാറ്റോ പതിഞ്ഞ് അങ്ങ് ഒടിഞ്ഞ് എന്തുവാ ഉള്ളിലോട്ടങ്ങ് പോകുന്നേ അല്ലാതെ കണ്ടിക്കാം. ഈ കഴിഞ്ഞിടെ ഞാൻ ഇതിന് വാത്തല വിരിപ്പിച്ച് അന്ന് മീൻ മാർക്കറ്റിൽ പോകണേ 2 പിച്ചാത്തിക്കും. അപ്പോൾ എന്നോട് കഴിഞ്ഞ ദിവസം ആരോ ചോദിച്ചായിരുന്നു, ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പിച്ചാത്തിയാന്ന് തോന്നുന്നു, നൈഫാന്ന് തോന്നുന്നു. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നൈഫായത്.
नहीं बेटे टीचर लोग सब आते हैं, तुम लोग को नहीं आने का। बाकी दूसरा बच्चा जाते हुए देखा मैं तुम लोग का स्कूल का तेरा ड्रेस डाल के। ഇതൊരു സാറ്റർഡേ ദിവസത്തെ വ്ളോഗാണ്. അപ്പം പ്രൈസമോൻ ഇന്ന് പോകണ്ട. നേരത്തെ എല്ലാ ഒന്നിട വിട്ടുള്ള സാറ്റർഡേ പോകണമായിരുന്നു. ഇപ്പോൾ എനിക്കൊന്ന് പോഷൻ തീർന്നു, അതുകൊണ്ട് സാറ്റർഡേ ഇനിയിപ്പോൾ ഇല്ല. അപ്പോൾ ടൊമാറ്റോ കറി വെക്കാനായിട്ട് ചട്ടി വെച്ചിട്ട് ഓയിലൊഴിച്ച് ഇത്തിരി കടുകും കറിവേപ്പിലയൊക്കെ, കടുകിട്ടില്ല കറിവേപ്പില പൊട്ടിച്ചിട്ട് ഈ ടൊമാറ്റോയും സവാളയും പച്ചമുളകും ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കും, ഒരു ഇച്ചിരി ഉപ്പിട്ടിട്ട്. ചില സമയത്ത് ഞാൻ ടൊമാറ്റോ വെള്ളത്തിൽ വേവിച്ചിട്ട് ചേർക്കുമായിരുന്നു. ചിലപ്പം ഞാൻ ടൊമാറ്റോ വെന്തിട്ട് കുറച്ചെടുത്ത് അരപ്പിൻ്റെ കൂടെ അരയ്ക്കുമായിരുന്നു. അങ്ങനെ പല രീതിയിൽ ചെയ്യും. പക്ഷേ ഇന്നിപ്പം ഞാനിത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കട്ടെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വെച്ചാൽ മാർക്കറ്റിൽ പോണേ ഇത് നെയ്മീൻ്റെ കുഞ്ഞാണ്. ഇവിടെ നെയ്മീൻ കറി വെച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്കും അത്ര ഇഷ്ടമല്ല, റയിച്ചാനൊക്കെ ഇഷ്ടമാണ്. കാരണം നെയ്മീൻ എനിക്ക് അതങ്ങോട്ട് പീസ് ഒരിത്തിരി എനിക്കിത്തിരി ഈ ചൂരയൊക്കെ ഇച്ചിരി ആടായിട്ടിരിക്കുന്ന പോലെ അങ്ങനെയുള്ള മീനാണ് ഇഷ്ടം. അപ്പോൾ ഇതിൻ്റെ വാലാണെങ്കിൽ വറുത്താൽ പോലും ഇവിടെ ഈ പിള്ളേർ കൂട്ടത്തില്ല. ആ വാല് ഞാനിപ്പോൾ ഇപ്രാവശ്യം പ്രൈസമോനാണ് കൊടുത്തത്. അപ്പോൾ ഞാനിത് മൊത്തം കറി വെക്കുന്നില്ല, കറി വെച്ചാൽ അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. അതൊന്ന് വറക്കാമെന്ന് വെച്ച്. അപ്പോൾ ഐസോട് കൂടിയാണ് ഞാൻ എടുത്ത് വെട്ടുന്നത്, അത് വടി പോലെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ നെയ്മീൻ്റെയൊക്കെ സ്കിന്നെ കാണാൻ പോവും. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ സ്കിൻ ഇളക്കി ഇങ്ങനെ ഉരിഞ്ഞ് കളയുന്നില്ല, കാരണം ഉരിഞ്ഞാൽ മൊത്തത്തിൽ പോവും. തലയും എടുക്കുന്നില്ല. ഇപ്പോൾ എൻ്റെ ചേച്ചിയൊക്കെ വഴക്ക് പറയടി നെയ്മീൻ്റെ തല ആരെങ്കിലും കളയുമോന്ന്. ആർക്കും ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തോ ചെയ്യും. ആർക്കും എന്ന് പറയും ഇവിടെ തല ഞാനാണ് കഴിക്കുന്നത്. എനിക്കിതിൻ്റെ തലയോട് അത്ര താല്പര്യം നമുക്കില്ല. കുഞ്ഞൻ്റെ എനിക്ക് വങ്കടയുടെ തല, ചിലപ്പം അയലയുടെ തല എടുക്കും. പിന്നെ ചൂരത്തല ഇഷ്ടം. അപ്പോൾ ഇത് ഞാനൊന്ന് വെട്ടിയെടുക്കട്ടെ. ഇന്ന് രണ്ടവന്മാർ ഇവിടെ ഉള്ളത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എനിക്കൊന്ന് ഒരു ഓട്ടം ഉണ്ട് അങ്ങോട്ട്. പ്രൈസനെയും പഠിപ്പിക്കാൻ ഇരുത്തിയതാ. എന്തോ നോക്കട്ടെ അവിടുത്തെ അവസ്ഥ എന്തുവാന്ന്. മീൻ വറക്കാനായിട്ട് ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അതൊന്ന് ഇത്തിരി ഒന്ന് കോട്ടിംഗ് ആയിട്ടിരിക്കാൻ. ഇവർ തമ്മിലുള്ള അടി എന്തുവന്നോ, ഇപ്പം പ്രൈസമോൻ അവിടെ ഇരുന്ന് പഠിക്കുമല്ലേ. അപ്പോൾ എന്തെങ്കിലും ഒരു വാക്ക് തെറ്റിച്ച് പറയാമെങ്കിൽ പോൾ വിടുന്നവനെ എരി കയറ്റും. ഇവനറിയത്തില്ല. അപ്പോഴത്തേക്കിന് ഇവന് ദേഷ്യം കയറും. ഇവൻ പറയും മമ്മി ഇതാണ്ട് ഇവൻ കേട്ടോ ഇങ്ങനെ കാണിക്കുന്നത്, അച്ചാച്ചാന്നേ പറയത്തുള്ളൂ. ഇത് കാണിക്കുന്നത് മമ്മി അടിക്കും. പിന്നെ ഞാൻ ചെന്നില്ലെങ്കിൽ അങ്ങോട്ട് അവൻ ചെന്ന് കയ്യേറ്റമായിരിക്കും. അപ്പോൾ പോൾ എന്തോലും ചെയ്താൽ ഇവൻ വിട്ടെന്ന് പറയും ഇവൻ ഇത്രയും അറിയത്തില്ല. അങ്ങനെ അതൊക്കെ നിസ്സാര കാര്യമാണ്. ഇവന്മാർ രണ്ടും ഇങ്ങനെ അടി കൂടുന്നത്. ചിലപ്പം നല്ല സ്നേഹമായിരിക്കും. കഴിഞ്ഞ ഒരു ദിവസം ഇത്തിരി നൂഡിൽസ്, കുറേ നാളെ നൂഡിൽസ് ആയിരുന്നെങ്കിൽ ഇച്ചിരി ഉള്ളായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞതാണ്ടെ അച്ചാച്ചൻ കൊടുത്തില്ല, മോന് നാണ്ടെ അമ്മ ചൂടാക്കി തന്നെയാണ്. കുറച്ച് കഴിച്ചിട്ട് അവന് കൊതിയാ നൂഡിൽസ്. എന്നിട്ടോ മമ്മി അത് അച്ചാച്ചന് വെച്ചേരാൻ വേണ്ട, മോൻ കഴിച്ചോ, അച്ചാച്ചൻ ഞാൻ കൊടുത്തെന്ന്. അപ്പം ഞാൻ ഈ മീനിൻ്റെ വാലൊക്കെ ഒന്ന് നന്നായി വരഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ മസാല പുരട്ടി കുറച്ച് നേരം ഒന്ന് വെക്കട്ടെ. അപ്പം ഈ വാല് കൊച്ചിന് കൊടുത്തിട്ട് കൊച്ച് കഴിച്ചു. കാരണം വാലിൻ്റെ അവിടെ അവന് മുള്ള് കിട്ടാതിരുന്നാൽ മതി. വാലിന് അങ്ങനെ മുള്ളില്ലല്ലേ. അപ്പോൾ അതിനൊന്ന് മസാല പുരട്ടി. ഞാൻ ഇച്ചിരി കുരുമുളക് കൂടുതലെടുത്തിട്ടുണ്ട്. ഞാൻ മീൻ വറക്കുമ്പോൾ കുരുമുളക് ഇത്തിരി കൂടുതലാണ്. അപ്പോൾ ഇതായത് കൊണ്ട് ഞാൻ ഇച്ചിരി കോട്ടിങ്ങിന് വേണ്ടി ഒന്ന് പിടിക്കാൻ വേണ്ടി കുഞ്ഞു പീസാണ് ഞാൻ ഇച്ചിരി ഗോതമ്പ് പൊടി ചേർത്തതാണ്. ടൊമാറ്റോയൊക്കെ വഴന്ന് വന്നു. ഇതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം. അരപ്പിനായിട്ട് തേങ്ങ, ജീരകം, 1 കഷ്ണം വെളുത്തുള്ളി അത്രേ ചേർത്തുള്ളൂ. അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ചില സമയത്ത് ഞാൻ പറഞ്ഞില്ലേ ഈ ടൊമാറ്റോയ്ക്കകത്തുനിന്ന് കുറച്ച് ടൊമാറ്റോയോട് എടുത്തങ്ങ് അരയ്ക്കുമെന്ന്. കാരണം ഇതിങ്ങനെ ടൊമാറ്റോ ഇങ്ങനെ കിടക്കുമ്പം ചോറിലൊഴിക്കുമ്പം ഇവർക്കൊന്നും ഇഷ്ടമല്ല. ഇപ്പം കുഴപ്പമില്ല, ശീലമായിട്ടൊക്കെ വരുന്നു. അപ്പോൾ ഞാൻ ഒത്തിരി വെള്ളം ആക്കുന്നില്ല ഇതിലെ. അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് നോക്കി അരപ്പൊക്കെ ചേർത്ത് ഇനിയൊന്നത് തിളച്ച് വരട്ടെ. ചില സമയത്ത് ഞാൻ
ടൊമാറ്റോയിൽ മോര് നമ്മുടെ തൈര് കലക്കി ചേർക്കാറില്ല, ചില സമയത്ത് ചേർക്കും. ഇന്ന് ഇച്ചിരി ചേർക്കുന്നുണ്ട്. നിന്നോട് 1 2 3 എഴുതാല്ലേ പപ്പ പറഞ്ഞിട്ട് പോയെ? മറാഠി ഹിന്ദിയുടെ 1 2 3 എത്ര വരെ എഴുതാനാണ് പറഞ്ഞത്? മറാഠി 1 to 20, ഹിന്ദി 51 to 70. ഞാൻ ചെന്നെ വേറെ ചെയ്തുകൊണ്ടിരിക്കുക ഓരോന്ന്. അപ്പോൾ അവിടെ ഒരാൾ ഭയങ്കര പാട്ട് കച്ചേരി ചെയ്യുന്നുണ്ട്, പോള്. ഞാൻ ചെന്ന് നോക്കട്ടെ, ചെല്ലുന്നുണ്ടെങ്കിൽ അവനങ്ങ് നിർത്തും. ഇപ്പം അതിനാണോ സമയം? ഇതിൽ കുറച്ച് തൈര് ഞാൻ കലക്കി ഒഴിച്ചിട്ടുണ്ട്. പോൾമോൻ പഠിച്ച് ബോറായെന്ന് തോന്നുന്നു. അവന് ഒരു ക്രിസ്ത്യൻ മറാഠി പാട്ടാണ് പാടുന്നത്. प्रभु चाहे अपन उल्लास व आनंद करू, स्वर्गाश देवाला स्तुतीचे गीत गाओ. तारक तो सामर्थ्य येशु देव युगा युगा है. तारक तो നീ പഠിക്കാൻ പറയണ എന്തോട് കൂടെ ആണോ? സോംബുക്ക് നോക്കിയാ പാടുന്നേ. അപ്പം മറ്റവനോട് പഠിക്കാൻ പറഞ്ഞാൽ അവൻ അവിടെ ഇരുന്ന് ടോയ് ഇരുന്ന് ഉണ്ടാക്കി ബിൽഡിംഗ് ബോക്സ് പോലെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നിന്നോട് പഠിക്കാനില്ലൂടെ പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ തരാ ഇതും പഠിക്കാനുള്ളതാണ്. ഞാൻ അടുക്കളയുടെ അവിടെ ഇന്നാണ് എടുത്തത്. പോള് അങ്ങനെ കണ്ടില്ല. ലാസ്റ്റ് പ്രൈസിനോട് സംസാരിച്ചപ്പോഴാണ് അവൻ കണ്ടത്. കടുകിട്ട് ഉള്ളി, കറിവേപ്പില, പിന്നെ ഇച്ചിരി മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഉലുവാപ്പൊടി ഞാൻ ചേർത്തില്ല, ഇപ്പോഴാണ് ഉലുവാപ്പൊടിയും കൂടെ ചേർക്കുന്നത്. അതെല്ലാം കൂടെ ചേർത്ത് കറിക്കകത്തോട്ട് അങ്ങ് ഒഴിക്കുക. നമ്മുടെ കറി അന്നേരം റെഡിയാവും. ഞാനില്ല പെട്ടെന്ന് ചെയ്യുമില്ലേ, വെള്ളം പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളില്ല എപ്പോഴും ഇല്ലേ വെള്ളത്തിൻ്റെ ഓർമ്മ വന്നിട്ട് എപ്പോഴും ചെന്നങ്ങ് പൈപ്പ് തുറക്കും. എന്താണെങ്കിലും 12 മണി തൊട്ട് 5 മണി വരെ നമ്മൾ സഹിച്ചേ പറ്റത്തുള്ളൂ. കുറച്ചൊക്കെ വെള്ളം ഞാൻ പിടിച്ച് വെച്ചിട്ടുണ്ട്. പാത്രങ്ങളെല്ലാം അന്നേരം ഉള്ളതങ്ങ് കഴുകി വെക്കുക. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞില്ല പോൾമോൻ പാട്ട് കച്ചേരി, അതിൻ്റെ കൂടെ മറ്റവനും തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ രണ്ടും കൂടെ എന്തോ ആവുന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ ബുദ്ധിമുട്ടി. തുണി അങ്ങ് കഴുകാനിട്ട് തുണി അങ്ങായി, അതെപ്പോഴേലും ഇനി ഒന്ന് വിരിക്കണം. നേരത്തെ നമുക്ക് ലെറ്റർ തന്നെയാണ് ഇത്രാം തീയതി വെള്ളം കാണത്തില്ലെന്ന്. അതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ രാവിലെ എണീറ്റ് എല്ലാം അങ്ങ് ചെയ്ത്. ഇനിയും ബീൻസ് തോരൻ വെക്കാനായിട്ട് ബീൻസൊക്കെ അരിഞ്ഞു വെച്ചു. അതിലേക്ക് ഇനി സവാള 2 സവാള എടുത്തിട്ടുണ്ട്, അതുകൂടെ അരിഞ്ഞ് പിന്നെ തേങ്ങയൊക്കെ ചേർത്ത് അങ്ങ് ഞെവിടി അങ്ങ് വെക്കും. കഴിഞ്ഞ ദിവസം ഞാൻ കാബേജ് തോരൻ്റെ കാര്യം പറഞ്ഞോണ്ടേ പലരും കാബേജ് മഞ്ഞപ്പൊടി ഇടാതെ വെളുത്ത കാബേജാണ് ഇഷ്ടം. പകൽ പറഞ്ഞു ചേച്ചി എനിക്കിഷ്ടം തിരുവനന്തപുരം സ്റ്റൈൽ കാബേജാ, ബ്രൗൺ കളറായിട്ടിരിക്കുന്നത്, അതാ ഇഷ്ടമെന്ന് പറഞ്ഞു. ഓരോരുത്തർക്കും ഓരോ രീതി. ഇതിലേക്ക് ചേച്ചി മഞ്ഞപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇന്ന് ഞാൻ മുളക് പൊടി ചേർക്കാറില്ല അങ്ങനെ തോരന്, പക്ഷേ ഇന്നൊരിച്ചിരി മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഉപ്പും തേങ്ങയും ഉള്ളി അടി കിടപ്പുണ്ടല്ലേ,
കറിവേപ്പില ഇതെല്ലാം കൊടുന്ന് ഞാൻ ഈ പച്ചമുളക് ചേർക്കാത്തത് ഈ കൊച്ചുങ്ങളെ ഉദ്ദേശിച്ചാണ്. സാധാരണ നമ്മൾ തോരനൊക്കെ പച്ചമുളക് ചേർക്കും. ഡാഡിക്കും ഇഷ്ടമല്ല പച്ചമുളക്. ഞാൻ നേരത്തെയൊക്കെ സ്ഥിരം ചേർക്കും ഇവിടെ, കാരണം ഇവർ നേരത്തെ എൻ്റെ കല്യാണത്തിന് മുമ്പ് ഇവർ തന്നെ കുക്കിങ് ചെയ്യുമായിരുന്നല്ലേ. അവർ പച്ചമുളക് എന്നൊരു പരിപാടിയേ ഇല്ല. അപ്പം ഡാഡി റീച്ചോട് പറയുകയും ചെയ്യും, നമ്മൾ പച്ചമുളകൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ലല്ലേ, സാധാരണ നമ്മൾ പച്ചമുളകൊക്കെ ഉപയോഗിച്ചല്ലേ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇവർക്കൊന്നും ഇഷ്ടമല്ലാത്തത് കൊണ്ട് പിന്നെ എപ്പോഴും തിരഞ്ഞെടുത്ത് എനിക്ക് തോരൻ വിളമ്പുന്നുണ്ടെങ്കിൽ നമുക്ക് തിരഞ്ഞെടുത്ത് പച്ചമുളക് മാറ്റാൻ പറ്റത്തില്ലല്ലേ, അതുകൊണ്ട് പിന്നെ ഞാനങ്ങ് ചേർക്കാറില്ല. അപ്പം ഞാൻ ബീൻസ് തോരൻ വെക്കുമ്പോഴും അങ്ങനെ വെള്ളം ഒഴിക്കാറില്ല. ഈ കയ്യിൽ ഇച്ചിരി ഇത്രയും കുടഞ്ഞ് ചെയ്യത്തേ ഉള്ളൂ. അഥവാ ചില പയറൊക്കെ ആണെങ്കിൽ നമ്മൾ വേവുള്ളതാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ എന്നിട്ട് ചെറിയ തീയിലിട്ട് വേവിക്കുക, അല്ലാതെ വെള്ളം ഒഴിച്ച് അങ്ങനെ കൂടുതൽ ഒഴിക്കാറില്ല. അപ്പോൾ ചീനച്ചട്ടിയിൽ ഓയിലൊഴിച്ച് കടുകൊക്കെ ഇട്ട് പൊട്ടി അതിൻ്റെ അകത്തോട്ട് ഇത് ഇട്ടിട്ട് ഇനി നന്നായി ഇളക്കിയിട്ട് ചെറിയ തീയിലിട്ടങ്ങ് അടച്ചു വയ്ക്കും. മീൻ വറുക്കാൻ ഞാൻ പാൻ്റെ അകത്ത് അടിയിൽ ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇടുന്നുണ്ടേ. അപ്പോൾ ഒരു നല്ലൊരു മണവും പിന്നെ പാത്രത്തിൻ്റെ അടിയിലും പിടിക്കാതിരിക്കും. അപ്പോൾ ഞാനിത് മൊത്തം അങ്ങ് വറക്കാമെന്ന് ചിന്തിച്ച് പിന്നെ ഒരു ലാസ്റ്റ് 3-4 പീസ് ഞാനെടുത്ത് അങ്ങ് വറത്തിൽ ഫ്രിഡ്ജ് വെച്ച്. ഇതിപ്പം കുഞ്ഞു പീസല്ലേ, റീച്ചാൻ ഇത് ഭയങ്കര ഇഷ്ടമാണ് ഈ മീൻ. അപ്പം അതെല്ലാം ഒന്ന് ഞാൻ വറക്കാനായിട്ട് ഇടുന്നുണ്ട്. അപ്പം 1-2 ട്രിപ്പായിട്ടാണ് ഞാൻ വറുത്തത്. ബാക്കി പിന്നെ എടുത്ത് അങ്ങ് ഫ്രിഡ്ജ് വെച്ച്, സമയം കുറേ എടുത്ത്. അപ്പം ഉച്ചയ്ക്ക് പോളിനും ഡാഡിക്കും ചപ്പാത്തി, അങ്ങനെ അവർക്ക് ഇനിയും ചപ്പാത്തി കൊടുക്കണം. അപ്പോൾ പോള് ഇടയ്ക്ക് പഠിക്കുന്നത് ഒരു സൈറ്റുണ്ട്, അതിൻ്റെ അകത്ത് പഠിപ്പിക്കുന്ന നോക്കിയും പഠിക്കും. പോളും ഡാഡിക്കും കഴിക്കാൻ കൊടുത്ത് ഇതിനോട് കഴിക്കാൻ തരട്ടെ എന്ന് ചോദിച്ചാൽ അതിനിപ്പോൾ വേണ്ട. രസം ഭാഗ്യമൊക്കെ അവൻ്റെ കട്ടിലൊന്ന് മാറടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.